ഹലോ മനോരമ. ഹലോ, മനോരമ പത്രത്തിന്റെ അല്ലേ? അതെ, പത്രത്തിന്റെ ഓഫീസാണ് സർ. ഓക്കെ. എനിക്ക് ഒരു പരാതി, അത് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഇവിടെ സംസാരിക്കാലോ അല്ലേ? പരാതി എന്ന് പറയുമ്പോൾ പത്രം വരുന്നില്ല, അതല്ലെങ്കിൽ പരസ്യം കൊടുത്തതിന്റെ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ല, ഇന്നലെ ഒരു വാർത്ത വന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നലെ പത്രത്തിൽ വാർത്ത വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? അതെ അതെ അതെ. എഡിറ്റോറിയലിന് കണക്ട് ചെയ്യാം സർ, ഹോൾഡ് ചെയ്യണേ. ഓക്കെ ഓക്കെ. ഹലോ, ഇത് എഡിറ്റോറിയൽ അല്ലേ? സാറേ, ഞാൻ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത്. ഇന്നലെ ഒരു പത്രത്തില് ഒരു വാർത്ത വന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. ഇന്നലെ ഒരു ഒരു ഹനീഫ് കായക്കൊടി എന്ന് പറഞ്ഞ ഒരു വ്യക്തി മനോരമയിൽ ഒരു റമസാൻ നിലാവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനകത്ത് എഴുതിയത് അറിയാലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് വളരെ നീചമായിട്ട് ക്രൈസ്തവരെയും യഹൂദരെയും ദുർമാർഗികളെന്ന് വിളിച്ചുകൊണ്ട് എഴുതിയേക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അല്ല, ഞങ്ങൾ ക്രൈസ്തവരടക്കം എല്ലാവരും വരുത്തുന്ന ഒരു പത്രമാണ്. അതിനകത്ത് ഇത്ര പരസ്യമായിട്ട് വേദം നൽകപ്പെട്ടവർ, അതായത് ക്രൈസ്തവരും യഹൂദരുമാണത് കൃത്യമായിട്ട് ഖുറാനിലുണ്ടത്. അത് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പത്രത്തിൽ എഴുതാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളിത് എല്ലാ പള്ളികളിലും കയറി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. 2019 ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ട് കൃത്യമായിട്ട് ഞങ്ങളത് ചെയ്തപ്പോഴാണ് നിങ്ങളെല്ലാവരും ഈ സംഭവം എല്ലാം ആൾക്കാരായിട്ട് പള്ളികളടക്കം മൊത്തത്തിൽ ബഹിഷ്കരിച്ചത്. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. കാരണം എല്ലാവരും വായിക്കുന്ന ഒരു പത്രമാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ഈ ഒരു പത്രം വരുത്തുന്നത്. അതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണത്. ഇങ്ങനെയുള്ള ആൾക്കാർ വെച്ചിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു റിപ്ലൈ ഉണ്ടാവണം. കാരണം നിങ്ങൾക്കറിയില്ലെങ്കിലും ഈ എഴുതിയവർക്ക് കൃത്യമായിട്ട് അറിയാതെ എന്താന്നുള്ളത് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് അത് വിളിച്ചത്. ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല മറ്റുള്ള ഇതൊക്കെ. ഇത് കൃത്യമായിട്ട് ഇതിനൊരു റിപ്ലൈ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഇതിനെതിരെ ഇത് നടത്തും. ഓക്കെ.